ഗോപി, ഈ അവലോകന യോഗത്തിൽ കേരളത്തോട് എന്തെങ്കിലും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടോ? കണക്കുകൾ വിശദമായി നൽകണം, വസ്തുവകകളുടെ നാശനഷ്ടങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയുള്ള കണക്കുകൾ വേണം, പുനരധിവാസ പാക്കേജിനെ പറ്റിയുള്ള കേരളത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇങ്ങനെ സൂക്ഷ്മമായ ചില ആരായലുകൾ മോദി നടത്തിയെന്നറിയുന്നു. എന്തെങ്കിലും സ്ഥിരീകരണമുണ്ടോ? ഈ കാര്യത്തിലുള്ള പൂർണ്ണമായ സ്ഥിരീകരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ ദുരന്തബാധിത മേഖലയിലേക്കുള്ള വരവും അദ്ദേഹം നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഇവിടെ ചിലവഴിച്ചതും അതിനുശേഷം അവലോകന യോഗത്തിൽ പൂർണ്ണമായി അദ്ദേഹം പങ്കെടുത്തതും ശേഷം പിന്നീട് അദ്ദേഹം സംസാരിച്ചതുമൊക്കെ ഒരു ഈ കേരളത്തെ ഒന്നാകെ ബാധിച്ച വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിനൊപ്പം കേന്ദ്രം നിൽക്കുന്നു എന്നതിന്റെ സൂചനയായി നമുക്ക് കാണാം. അതുകൊണ്ടാണ് വയനാട് ദുരന്തത്തെ രാജ്യം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തിനൊപ്പം നിൽക്കുമെന്നും വേണ്ട പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ഈ ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുമൊക്കെ നരേന്ദ്രമോദി പറഞ്ഞത്. പക്ഷെ സ്വാഭാവികമായി വേണു, ഇതിനെ ഒരു ദേശീയ ദുരന്തമായി കണക്കാക്കുന്നതിനോ അതല്ലെങ്കിൽ അതിതീവ്ര ദുരന്തമായി കണക്കാക്കുക എന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കുന്നതിനൊക്കെ സ്വാഭാവികമായും അതിന്റെ ചില മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായി വളരെ സ്വാഭാവികമായ ഒരു നടപടിക്രമം എന്ന നിലയിലാണ് ദുരന്തത്തിന്റെ ആഘാതം തീവ്രത വെളിപ്പെടുത്തുന്ന കണക്കുകൾ, അതോടൊപ്പം തന്നെ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന അടക്കമുള്ള ബൃഹത് പദ്ധതികൾക്ക് സംസ്ഥാനം എത്ര ചെലവാക്കേണ്ടി വരും, അതിനോടൊപ്പം തന്നെ ഇതിന്റെ നാശനഷ്ടങ്ങളുടെ തോത് എത്രത്തോളമാണ്, എത്ര പേരാണ് ഇതിനോടുകൂടി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ളത്, ആരൊക്കെയാണ് പിന്നീട് ഈ പുനർനിർമ്മാണത്തിനും പുനരധിവാസ പാക്കേജിനും ഉൾപ്പെടുത്തേണ്ടത് എന്ന് തുടങ്ങിയതിന്റെ വിശദമായ ഒരു കണക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദമായ വ്യക്തവുമായ ചിത്രം ആവശ്യപ്പെടുന്നത് അതിന്റെ സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയിൽ കണ്ടാൽ മതി. അതിനപ്പുറം ഈ ദുരന്തത്തെ ശരിയായ രീതിയിൽ അത് ഏത് തരത്തിൽ വയനാട്ടിലെ ഈ മൂന്ന് മേഖലയിലെയും ജനങ്ങളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, അവർക്ക് എങ്ങനെയാണ് അവരുടെ കിടപ്പാടം ഉൾപ്പെടെ നഷ്ടപ്പെട്ടത്, അവർക്ക് എങ്ങനെയാണ് അവരുടെ ഉപജീവന മാർഗം ഇല്ലാതായത്, എങ്ങനെയാണ് അവരുടെ മുന്നിലേക്കുള്ള ഭാവി അടഞ്ഞു പോയത് എന്ന കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ മുമ്പാകെ വിവിധ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്ക് 2000 കോടി രൂപയുടെ പുനരധിവാസ പാക്കേജിനെ കുറിച്ചും 1200 കോടി രൂപയുടെ നഷ്ടത്തെക്കുറിച്ചും പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ നഷ്ടം, മറ്റു ജീവിതോപാധികളുടെ നഷ്ടം, കൃഷി നഷ്ടം, ഇതെല്ലാം വെവ്വേറെയായി ഗവൺമെന്റ് മുമ്പിൽ വയ്ക്കും. പുനരധിവാസത്തിന് വേണ്ടിയാണ് 2000 കോടി രൂപയുടെ ആവശ്യം ഇപ്പോൾ കാണുന്നു. ചിലപ്പോൾ വർദ്ധിച്ചേക്കാം. എന്നാൽ 1200 കോടി രൂപ ഇപ്പോൾ ഉണ്ടായ നഷ്ടങ്ങളാണ്, അത് നികത്തണം. അതോടൊപ്പം കർഷകേതര ആളുകളുടെ ലോൺ എഴുതി തള്ളണം, പുതിയ ലോൺ കിട്ടണം. ഇങ്ങനെ കേരളം ഉന്നയിക്കേണ്ട സകല പ്രശ്നങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വിശദമായ മെമ്മോറാണ്ടം ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് തയ്യാറാക്കി കണക്കുകൾ അനുസരിച്ച് നൽകും. അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു ഇടപെടലായിരിക്കും കേരളത്തിന് വേണ്ടി ഉണ്ടാവുക എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ തുടർന്ന് ബാക്കി കാര്യങ്ങൾ തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും. മന്ത്രി OR കേളുകൂടി, ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്, അദ്ദേഹം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എത്രമാത്രം പ്രതീക്ഷ പകരുന്നുണ്ട് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം? ഒരു വലിയ പ്രതീക്ഷയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും അതിനുശേഷം ക്യാമ്പുകൾ സന്ദർശിക്കുകയും അതിനുശേഷം ഈ അഫക്റ്റഡ് ഏരിയയിൽ പെട്ടുപോയിട്ടുള്ള കുടുംബാംഗങ്ങളെ നേരിട്ട് കാണുകയും ഒക്കെ ചെയ്ത് വളരെ കൃത്യമായി വിലയിരുത്തിയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വരവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം സുർജിത്ത് കേൾക്കാമെങ്കിൽ OR കേളുവിനോട് ചോദിച്ചൊരു സ്ഥിരീകരണം തേടേണ്ടതുണ്ട്. പ്രധാനമന്ത്രി ഏതെങ്കിലും ഘട്ടത്തിൽ ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ പറയുകയുണ്ടായോ കേരളത്തിന്റെ പുനരധിവാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്, ഈ മെമ്മോറാണ്ടം വിശദമായി നൽകണം, ഈ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പ്രത്യേകം അതിൽ പരാമർശിക്കണം, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശ രൂപത്തിൽ പറഞ്ഞതായി അറിയാൻ കഴിയുന്നുണ്ടോ? പ്രധാനമന്ത്രിയോട് പറയുകയും രേഖാമൂലം മെമ്മോറാണ്ടം കൊടുക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള എഫക്റ്റ് സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തണം, വിദ്യാഭ്യാസ കാര്യങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അനുകൂലമായിട്ടുള്ള നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? മെമ്മോറാണ്ടം കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം വെച്ചിട്ടുള്ളത്, ഒന്ന്, ഒരു പഠനം, ഇത് സംബന്ധിച്ച് ഒരു പഠനം നടത്തണം. അതാണ് മെയിനായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം. ഈ ദുരന്തം വന്നിട്ടുള്ള സ്ഥിതിവിശേഷവും തുടർന്ന് അങ്ങോട്ടുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ചുള്ള ഒരു പഠനവും ഒരു സ്റ്റേറ്റ്മെന്റും തീർച്ചയായിട്ടും വേണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരു പൊതു സവിശേഷ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പല ഘട്ടങ്ങളിലും ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അതൊക്കെ മറികടക്കുന്ന വിധത്തിൽ ആകുമോ ഈ സന്ദർശനം? അത്തരത്തിലൂടെ പ്രയോജനപ്പെടുത്താവുന്ന വിധത്തിലേക്ക് ഈ സന്ദർശനം ഗുണപരമായിട്ട് മാറിയിട്ടുണ്ടോ? അതെ, പൊതുവേ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനവും അതോടനുബന്ധിച്ചുള്ള ഈ രാവിലെ തൊട്ട് ഈ സമയം വരെയുള്ള സമയം ഇവിടെ ചെലവഴിച്ചല്ലോ. ഇപ്പം സമയം 5 മണിയായി, 5 മണി കഴിഞ്ഞു. ഈ സമയം വരെ ഈ വയനാടിൻ്റെ ഈ കാര്യത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു എന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ ഓരോ ആത്മാർത്ഥമായി
ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അതെ അതെ അതെ. ഉപസമിതി യോഗം ചേരാനിരിക്കുകയാണ് വേണു. അതിനുവേണ്ടി മന്ത്രി OR കേളു, മന്ത്രി K രാജൻ എന്നിവർ ഇതിനകത്തേക്ക് പോയിരിക്കുന്നു. അതിനു മുമ്പാണ് അവർ വിശദമായ രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആ വിഷയത്തിൽ അവർ പറയുന്നത് ഒരു വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതനുസരിച്ച് അത്തരത്തിൽ ഒരു പ്രതികരണത്തിലേക്ക്, അത്തരത്തിൽ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ എത്തും. ഇതിനുശേഷം കൃത്യമായ രീതിയിലുള്ള ഒരു പഠനത്തിന് ശേഷം കൃത്യമായ രീതിയിലുള്ള ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ഒരുപക്ഷെ വയനാടിനെ ചേർത്ത് പിടിക്കുന്ന വിധത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. മന്ത്രിമാരുടെ പ്രതികരണത്തിലെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. പ്രധാനമന്ത്രി നടത്തിയ ആ ഒരു പ്രസംഗത്തിന്റെ തുടർച്ചയായി തന്നെ, ഈ അവലോകന യോഗത്തിന് ശേഷം നടത്തിയ പ്രസംഗത്തിന്റെ തുടർച്ചയായി തന്നെ മന്ത്രിമാർ വളരെ പോസിറ്റീവായുള്ള രീതിയിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത്. എന്തായാലും കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. സംസ്ഥാനത്തെ ചേർത്ത് പിടിക്കും. അത് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെയുണ്ട്. വയനാട്ടുകാർ ആരും തന്നെ ഒറ്റയ്ക്കാവില്ല, കേരളത്തിനൊപ്പം കേന്ദ്രമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ആ ഒരു സ്വീകാര്യത, ആ ഒരു സമീപനം, ആ ഒരു ഇടപെടൽ, അത് പ്രധാനമന്ത്രി ഈ മെമ്മോറാണ്ടം സമർപ്പിക്കുന്നതിലൂടെ സ്വാഭാവികമായും അർഹമായ ഒരു സഹായം, ആവശ്യമായ സഹായം, കേരളത്തിന്റെ അതിജീവനത്തിന്, വയനാടിന്റെ അതിജീവനത്തിന് ആവശ്യമായ ഒരു വലിയ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം വേണു.